AAC 12B അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് ആണ്. നമ്മുടെ AAC 12Bയിൽ പറയുന്ന കാര്യം വളരെ നന്നായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദ ഡിസ്ചാർജ് പ്രോസസ് ഈസ് കോർഡിനേറ്റഡ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഏജൻസീസ് ഇൻവോൾവ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിൽ അത് അവരുടെ ഡിസ്ചാർജ് പോലീസിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം. ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി പേഷ്യൻ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ ചികിത്സയിലിരുന്ന ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് കാണാനില്ല, നമ്മുടെ മാത്രം സബ്ജക്റ്റ് അല്ലത്, ഒരു ലീഗൽ സബ്ജക്റ്റാണത്. അപ്പോൾ നമുക്ക് ദ ഡിസ്ചാർജ് പ്രോസസ് ഷുഡ് ബി കോർഡിനേറ്റഡ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഡോക്ടർ ഡിസ്ചാർജ് പ്രപ്പോസൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അക്കൗണ്ട്സിനെ ഇൻഫോം ചെയ്യണം. നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പാർട്ടായിട്ട്. കാരണം അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അല്ലാതെ നമ്മൾ ഇവിടെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് പേപ്പർ ഫയലാകുമ്പോൾ അതേ മാർഗമുള്ളൂ. നമ്മുടെ EMRലേക്ക് വന്ന ഹോസ്പിറ്റലാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇതെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യാൻ കഴിയുന്നത്. എന്നാലും ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണമെന്നാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഒരു പേഷ്യൻറ്റിനെ ഇടയ്ക്ക് കാണാതായി, ആ കാണാതായ പേഷ്യൻ്റ് വലിയൊരു ബില്ലുണ്ടായിരുന്നു പേ ചെയ്യാനായിട്ട്. അത് അന്വേഷിച്ച് അവരുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾക്കെതിരെ അവർ കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി, നമ്മൾ അന്വേഷിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മെഡിക്കോ ലീഗൽ കേസസ് പോലീസിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം എന്നതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യാതെ ഇവിടുന്ന് പുറത്തേക്ക് ഒരു പേഷ്യൻ്റ് പോയാൽ അതും ഇൻറ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ പ്രോസസ്സ് ഉണ്ടാവണം. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് റിലേഷൻസ് ഓഫീസറെ അറിയിക്കേണ്ട വിഷയങ്ങൾ അവിടെ അറിയിക്കണം. ഡിസ്ചാർജിന് ശേഷം സപ്പോർട്ട് കൊടുക്കേണ്ടുന്ന ഒരു ആംബുലൻസോ മറ്റൊക്കെ റെഡിയാക്കാനുണ്ടെങ്കിൽ അവരത് അറിഞ്ഞിരിക്കണം. അറ്റൻഡേഴ്സ് വീൽ ചെയറിലോ ട്രോളിയിലോ പേഷ്യൻറ്റിനെ അവിടെ വരെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതറിയണം. സോ AAC 12Bയിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് പ്രോസസ്സ് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്.